Bismillahirrahmanirrahim. Amr bin Salamatul Jarami radhiyallahu ta'ala anhu. ബനു ജറം എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ടായിരുന്നു. ആ ഗോത്രക്കാരനാണ് ഈ അംർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, എനിക്ക് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ ഞാൻ എൻ്റെ ഗോത്രത്തിൻ്റെ പള്ളിയിലെ ഇമാമായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാരണം, മക്കം ഫത്തഹിന് ശേഷമാണ് എൻ്റെ ഗോത്രം, ബനു ജറം ഗോത്രം ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നത്. അങ്ങനെ എൻ്റെ ഗോത്രക്കാരെല്ലാം ഇസ്ലാം സ്വീകരിച്ച് മടങ്ങി പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ കൃത്യനിഷ്ഠ പാലിക്കണം, നമസ്കാരം ഒഴിവാക്കരുത്. സമയമായി കഴിഞ്ഞാൽ ഫല്യ ഉമ്മക്കും അക്റഅക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഖുർആൻ ഓതാൻ അറിയാവുന്ന ആരാണ് അയാളെ ഇമാമത്ത് നിർത്തം. നമസ്കാരം കൃത്യനിഷ്ഠ പാലിക്കുകയും വേണം. ഏറ്റവും ഖുർആൻ നന്നായി അറിയാവുന്നയാളെ നിങ്ങൾ ഇമാമത്ത് നിർത്തുകയും വേണം. അംർ പറയാണ്, എൻ്റെ ഗോത്രത്തിൽ എനിക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതാൻ അറിയാവുന്നയാൾ. 7 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ അതിന് കാരണം എന്താ വെച്ചാൽ, ഈ ബനു ജറം ഗോത്രം താമസിക്കുന്നത് മക്ക മദീന റൂട്ടിലാണ്. ഈ കുട്ടി ഗോത്രം മുസ്ലിം ആകുന്നതിന് മുമ്പ് തന്നെ യാത്രക്കാർ പോകുമ്പോൾ വഴിയരിയിൽ വന്നു നിൽക്കും. കൂട്ടത്തിൽ നബിയുടെ സഹാബാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഖുർആൻ ഓതി തരാൻ വേണ്ടി പറയും. അങ്ങനെ ഖുർആൻ കേൾക്കും. അങ്ങനെ ഗോത്രം മുസ്ലിം ആകുന്നതിന് മുമ്പ് തന്നെ കുട്ടി ധാരാളം ഖുർആൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അംർ ബിൻ സലമ പറയാണ്, ഞാനായിരുന്നു, എനിക്ക് ഖുർആൻ ഏറ്റവും അറിയാവുന്ന ആൾ ഞാനായിരുന്നു. അങ്ങനെ എന്നെ ഇമാമാക്കി പള്ളിയിൽ 7 വയസ്സുള്ള കുട്ടി. അങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ കുട്ടി റുക്കുവിലേക്കും സുജൂദിലേക്കൊക്കെ പോകുമ്പോൾ കുട്ടിയുടെ ഊര കാണും, വസ്ത്രം വെളിവാകും ആ ഭാഗത്ത്. കാരണം ഇന്ന് നമ്മുടെ ചില ചെറുപ്പക്കാരെ കാണിക്കും പോലെയല്ല, ടൈറ്റുള്ള ജീൻസും ഷർട്ടൊക്കെ ഇട്ടിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ പുറം ഭാഗം വെളിവാകും, അവർക്ക് നമസ്കാരം പാത്തില്ല. ഇതാ രീതിയിലല്ല. കുട്ടിക്ക് വസ്ത്രമില്ല, ഉള്ള വസ്ത്രം ധരിച്ച് നമസ്കരിക്കുമ്പോൾ റുക്കുവിലും സുജൂദിലും പോകുമ്പോൾ പിൻഭാഗം ഊരഭാഗം വെളിവാകും. അപ്പൊ കൂട്ടത്തിൽ നിസ്കരിക്കാൻ സ്ത്രീകളുണ്ട്. ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു വൃത്തിയായ സ്ത്രീ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഒത്തു അന്നായിസ്തക്കാരിയേക്കും, നിങ്ങളുടെ ഇമാമിന്റെ ഊര ഒന്ന് മറക്കണം, ഞങ്ങൾ കാണുകയാണ്, ഞങ്ങൾ കാണാതെ ഒന്ന് മറയ്ക്കണമെന്ന് വൃത്തിയായ സ്ത്രീ എഴുന്നേറ്റെന്ന് പറഞ്ഞു. അപ്പോ ഈ മാമുമിങ്ങളെല്ലാം കൂടി, ഗോത്രക്കാരെല്ലാം കൂടി ഒരു കമീസ് വാങ്ങിച്ച്, എല്ലാവരും കൂടി സഹകരിച്ചൊരു കമീസ് വാങ്ങിച്ച് ഇമാമിന് കൊടുത്തു. അങ്ങനെ ആ കമീസ് ഇട്ടാണ് പിറ്റേ നേരം മുതൽ കുട്ടി നിസ്കരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം പറയാണ്, എനിക്ക് അതുകൊണ്ട് വല്ലാത്തൊരു സന്തോഷമുണ്ട്. എല്ലാവരും കൂടെ ഒരു കമീസ് വാങ്ങിച്ചു വന്നപ്പോൾ വല്ലാത്ത സന്തോഷം എനിക്കുണ്ടായി. ഞാൻ ആ കമീസ് ധരിച്ച് പിന്നീട് നമസ്കരിക്കാൻ തുടങ്ങി എന്ന് ആ കുട്ടി പറയുന്നു. ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് ഖുർആനിനോടുള്ള വലിയ സ്നേഹവും ഖുർആൻ കൊണ്ട് അല്ലാഹു കൊടുക്കുന്ന ബഹുമാനമാണ്. 7 വയസ്സുള്ള കുട്ടി എന്ന് പറഞ്ഞാൽ വകതിരിവായിട്ടുള്ളൂ. 7 വയസ്സിൽ വകതിരിവുണ്ടാകും. പക്ഷെ ആ കുട്ടി ആ ഗോത്രത്തിന്റെ ഇമാമായി നിയോഗിക്കപ്പെടാണ്. എന്താണ് കാരണം? ഖുർആൻ പഠിച്ചു എന്നുള്ളതാണ്. പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ കൊണ്ട് ചില ആളുകളെ ഉയർത്തും, ഖുർആൻ കൊണ്ട് ചില ആളുകളെ നമ്മൾ താഴ്ത്തുകയും ചെയ്യും. ഖുർആൻ പഠിച്ച ആളുകളെ അതിന്റെ പേരിൽ അല്ലാഹു ഉയർത്തുകയും, ചില ആളുകൾ ഖുർആൻ പഠിച്ചാൽ അതിന്റെ പേരിൽ അല്ലാഹു തആല നിന്ദിക്കുകയും ചെയ്യും. രണ്ടിനും ഈ ഖുർആൻ കാരണമായി തീരും. അതുകൊണ്ട് ഖുർആനിനോടുള്ള സ്നേഹവും ബഹുമാനവും, അത് പഠിക്കാനുള്ള ആഗ്രഹവും താല്പര്യവും ഒക്കെ നമ്മളിൽ ഉണ്ടായിത്തീരണം. നമ്മുടെ മക്കളിലും ആ ഒരു വാസന നമ്മൾ വളർത്തിയെടുക്കണമെന്നാണ് ഇത് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠമാണ് സഹാബത്തിന്റെ ദാരിദ്ര്യാവസ്ഥ. സഹാബാക്കൾക്ക് ഒരു വസ്ത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പലപ്പോഴും അവരിങ്ങനെ വസ്ത്രം കെട്ടിയിട്ടാണ് നിസ്കരിക്കുക, കഴുത്തിലേക്ക് കെട്ടിയിട്ട് നിസ്കരിക്കുക. അല്ലെങ്കിൽ അവരുടെ ഊരഭാഗം കാണും സുജൂദ് ചെയ്യുന്ന സമയം. ഇത്ര ദാരിദ്ര്യമായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളുടെ സഫ് പിൻഭാഗത്താക്കിയത്. ആദ്യം ഈ മുതിർന്നവരുടെ സഫ്, പുരുഷന്മാരുടെ സഫ്, പിന്നെ കുട്ടികളുടെ സഫ്, ഏറ്റവും ബാക്കിലാണ് സ്ത്രീകളുടെ സഫ്. കാരണം പലപ്പോഴും ഈ പുരുഷന്മാരുടെ ഊരഭാഗം ഔറത്ത് കാണാതിരിക്കാൻ വേണ്ടി കൂടിയാണ് പ്രവാചകൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ദാരിദ്ര്യാവസ്ഥയിൽ അവർ ഖുർആനെ സ്നേഹിച്ചു, ഖുർആനോടൊപ്പം നിന്നു, അള്ളാഹു അവരെ ഉയർത്തി. നാമും ഖുർആനിന്റെ ആളുകളായി മാറണം, പഠിക്കണം, സ്നേഹിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അല്ലാഹ്